ഇന്നവർ വന്നത് നരേന്ദ്രന്റെ 15ാമത്തെ വിവാഹ ആലോചനയ്ക്കാണ്. എന്നാൽ പതിവുപോലെ ആ പെൺകുട്ടിയെയും അവൻ വേണ്ടെന്ന് വെക്കുന്നു. എല്ലാവരും അവിടെ തമാശ പറഞ്ഞിരിക്കുമ്പോൾ നരേന്ദ്രന്റെ അമ്മ തന്റെ രണ്ടാമത്തെ മകനോട് ആ ക്ഷേത്രത്തിന്റെ മഹിമയെക്കുറിച്ച് പറയുന്നു. അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുമെന്ന്. ഇത് കേട്ട് അരുൺ ദേഷ്യത്തോടെ നരേന്ദ്രനെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം നരേന്ദ്രൻ എവിടേക്കോ പോകുമ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുന്നു. ആ സമയത്താണ് അവിടെ ഒരു മുത്തശ്ശിയുടെ കൊട്ടയിലുണ്ടായിരുന്ന ഓറഞ്ചുകൾ നിലത്ത് വീഴുന്നത്. അത് പെറുക്കാൻ നരേന്ദ്രൻ താഴേക്ക് കുനിയുമ്പോൾ ബസിന്റെ മറുഭാഗത്തു നിന്നും ഒരു പെൺകുട്ടി വന്ന് അവ പെറുക്കിയെടുക്കാൻ സഹായിക്കുന്നു. അവളെ കണ്ട നിമിഷം തന്നെ നരേന്ദ്രന് അവളോട് വലിയ ഇഷ്ടം തോന്നുന്നു. പിറ്റേന്ന് മറ്റൊരു പെണ്ണുകാണൽ ചടങ്ങിനിടെ തലേദിവസം ബസ് സ്റ്റാൻഡിൽ കണ്ട അതേ പെൺകുട്ടിയാണ് ഇതെന്ന് കരുതി നരേന്ദ്രൻ വിവാഹത്തിന് സമ്മതം മൂളുന്നു. മകന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ട സന്തോഷത്തിൽ അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞ് പൂജകൾ നടത്തുന്നു. അരുൺ തന്റെ കാമുകിയെ വിളിച്ച് അവസാനം ചേട്ടനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു എന്ന് സന്തോഷത്തോടെ പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി നരേന്ദ്രനെ ഫോണിൽ വിളിക്കുമ്പോൾ അവളെ കണ്ട് അവൻ ഞെട്ടിപ്പോകുന്നു. അവൻ സങ്കടത്തോടെ തന്റെ സഹോദരിയോട് ചോദിക്കുന്നു, ആരാണ് ഈ പെൺകുട്ടി? നീ അന്ന് ഇഷ്ടപ്പെട്ട അതേ പെൺകുട്ടി തന്നെയാണ് ഇത് എന്ന് സഹോദരി മറുപടി നൽകുന്നു. പക്ഷേ അത് താൻ കണ്ട പെൺകുട്ടിയല്ലെന്ന് മനസ്സിലാക്കിയ നരേന്ദ്രൻ ആ കല്യാണം വേണ്ടെന്ന് വെക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ ആ പെൺകുട്ടിയെ തിരഞ്ഞ് വീണ്ടും ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. അവിടെ വെച്ച് നരേന്ദ്രൻ ദിവ്യയുടെ ഒരു ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനതിന് കഴിയുന്നില്ല. എന്നാൽ അടുത്ത ദിവസം നരേന്ദ്രൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ദിവ്യ അവന്റെ അടുത്തെത്തുന്നു. ദിവ്യ അവളെക്കുറിച്ച് നരേന്ദ്രനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എന്നുമാത്രമല്ല, നരേന്ദ്രനെക്കുറിച്ച് ദിവ്യയ്ക്ക് എല്ലാം അറിയാമായിരുന്നു. അത്ഭുതപ്പെട്ട നരേന്ദ്രൻ ചോദിച്ചു, നിനക്കെങ്ങനെ എന്നെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ അറിയാം? അപ്പോൾ ദിവ്യ പറഞ്ഞു, അന്ന് നീ പെണ്ണുകാണാൻ വന്നത് എന്റെ കൂട്ടുകാരിയെ ആയിരുന്നില്ലേ? അടുത്ത ദിവസം ദിവ്യയോട് തന്റെ പ്രണയം തുറന്നു പറയാൻ നരേന്ദ്രൻ തീരുമാനിക്കുന്നു. എന്നാൽ അവനവിടെ ചെല്ലുമ്പോൾ ദിവ്യയുടെ കൂടെ സ്വീറ്റിയും ഉണ്ടായിരുന്നു. സ്വീറ്റി നരേന്ദ്രനോട് ചോദിച്ചു, ബേബി, നീ എന്തിനാണ് എന്നെ അവഗണിക്കുന്നത്? തുടർന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സ്വീറ്റി നരേന്ദ്രനെ പ്രപ്പോസ് ചെയ്യുന്നു. ബസ്സിലുള്ളവർ കൂടി ആ പ്രണയം സ്വീകരിക്കാൻ നരേന്ദ്രനെ നിർബന്ധിച്ചതോടെ ദേഷ്യം വന്ന അവൻ ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ദിവ്യ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ചില ഗുണ്ടകൾ അവളെ ശല്യം ചെയ്യുന്നു. ആ സമയത്ത് നരേന്ദ്രൻ അവിടെ എത്തുകയും അവരെ തല്ലിയോടിക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ ദിവ്യയോട് തന്റെ പ്രണയം തുറന്നു പറയുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം നരേന്ദ്രന്റെ വീട്ടിൽ ഒരു കല്യാണ ചടങ്ങ് നടക്കുമ്പോൾ അവൻ സന്തോഷത്തോടെ ആ കാഴ്ച കാണുന്നു. ദിവ്യ അതാ അവിടെ വന്നിരിക്കുന്നു. അവളെ കണ്ട നരേന്ദ്രൻ സന്തോഷിക്കുന്നു.